ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റോളാട്ടോ ഒന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. പുതുതായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതിലേക്ക് ആവശ്യമായത് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ഞാൻ 2 ഉള്ളിയാണ് എടുത്തത്. വെളിച്ചെണ്ണയിലേക്ക് ആ 2 ഉള്ളി ഇട്ട് കൊടുക്കുക. ഇത് നല്ലോണം വഴറ്റി കൊടുക്കുക. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആവശ്യത്തിനുള്ള നിങ്ങൾ ഇട്ട് കൊടുത്തോളി. അതുപോലെ തന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിച്ചപ്പും കരിവേപ്പിൻ്റെ ഇലയും. കുറച്ച് മുളകും പൊടി, നിങ്ങളെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്തോളൂ കേട്ടോ. കുറച്ച് ഗരം മസാല, കുറച്ച് പെരിഞ്ചീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി. പിന്നെ ഞാൻ പൊരിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീനാട്ടോ ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. പൊരിച്ച ചെമ്മീൻ്റെ വെളിച്ചെണ്ണ കേട്ടോ ആ പൊരിച്ച വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. നല്ലോണം വഴറ്റി കൊടുക്കുക കേട്ടോ. അതൊന്ന് പാകമായി വരുമ്പോഴത്തേന് നമുക്ക് ബ്രെഡിൻ്റെ 4 സൈഡും ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. കട്ട് ചെയ്ത ഈ ബ്രെഡ് ഒന്ന് ആവിയിൽ വേവിക്കുക. ഒരു 5 മിനിറ്റ് ആവിയിൽ വേവിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നല്ലൊരു സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഓരോ ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ തീന് വെച്ച് കൊടുക്കുക. അതിൻ്റെ ആ 2 സൈഡും ഒന്ന് കൂട്ടി പിടിച്ചാൽ മതി. ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ ഒന്ന് കൂട്ടി പിടിച്ചാൽ മതിയേ. അവിടെ കോഴിമുട്ട പൊട്ടിച്ചതുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബ്രെഡ് പൊടിയാണ് കേട്ടോ. ആ കോഴിമുട്ട പൊട്ടിച്ച് വെച്ചതിലേക്ക് അതൊന്ന് മുക്കിയെടുക്കുക. അതിനുശേഷം ബ്രെഡ് പൊടിയിലൊന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കുക കേട്ടോ. 2 സൈഡും മറിച്ചിട്ട് കൊടുക്കണേ. ഒന്ന് സിമ്മിലാക്കി കൊടുക്കണം കേട്ടോ. ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ചെമ്മീൻ റോള് കിട്ടും കേട്ടോ. ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. Thank you for watching.